ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമില്ലാക്കും എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നെന്താ ഒരു ഞായറാഴ്ച നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. നല്ലൊരു കാറ്റും മഴയും ചെറിയൊരു മഴക്കോളെല്ലാം ആയിട്ട് നല്ല രസമുണ്ട്. ചെറുങ്ങനൊന്ന് വെയിൽ വന്നപ്പോഴത്തേക്ക് നമ്മളിതാ തുണിയൊക്കെ മുകളിലിട്ട് അപ്പോഴേക്ക് ഇതാ പിന്നെ മഴ വരാൻ തുടങ്ങിയിട്ട് തുണി വന്നിട്ട് എടുത്തിട്ടാട്ടോ ഉള്ളത്. പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. കുഞ്ഞു കുഞ്ഞു മഴയാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. വലിയ പ്രത്യേകം അങ്ങനെയൊന്നുമില്ല. മീനൊക്കെ വാങ്ങണമെന്നുണ്ട്. മഴ ആയതുകൊണ്ട് പോയിട്ട് വാങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ മഴ പെയ്യാൻ പോകും കേട്ടോ. നല്ല മഴയാണ് വരുന്നത്, പെട്ടെന്നാണ് പെയ്യുന്നത്. അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് പണ്ടൊക്കെ മഴ പെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറി പാറി നല്ലോണം ആവുക. ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ല, ടപ്പേന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മഴ പെയ്യുന്നത്. അപ്പോഴത്തേക്ക് താഴെ ഇറങ്ങി വരുമ്പോഴാണ് കുമ്പളം നന്നായിട്ടാവുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ അപ്പോഴാണ് നോട്ടീസ് ചെയ്തത് അപ്പുറത്തെ വീട്ടിലെ ടെറസിൽ 2 കുമ്പളവും 3 കുമ്പളമൊക്കെ ആയി കിടക്കുന്നത്. ഞാൻ അന്നേ വള്ളി ഇങ്ങോട്ട് കയറ്റി വിടാമെന്നൊക്കെ വിചാരിച്ചിന്, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാട് പോലെ ആയിട്ടുണ്ടെങ്കിലും വിചാരിച്ച്. അപ്പോൾ നോക്കുമ്പോൾ മരത്തിലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. പിന്നെ ഓവർ മഴയായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തോന്നുന്നില്ല അത് നല്ല വൃത്തിക്ക് അതായി കിട്ടും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ കാറ്റും മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല രസമാണ് ഇങ്ങനെ കാറ്റും മഴ. ഈ ഡോറ്, പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിൽ ഈ ഡോറ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ കാറ്റുള്ളിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും. എന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കാറ്റുമഴ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ തുറന്നിടാറുണ്ട്. ജസ്റ്റ് ഒന്ന് ആസ്വദിച്ച് ഉള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് നല്ലോണം വെള്ളം വീഴുവേ. പിന്നെ ഇത് ആ റംബൂട്ടാനും നല്ലോണം പഴുത്തിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പ്രത്യേകിച്ച് വലിയ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് നമ്മൾ ബ്രെഡും അതേപോലെ ഒരു 2 മുട്ട ഓംലേറ്റും ഒരു റോബസ്റ്റ പഴമാണ് രാവിലെ കഴിച്ചത്. ഈ ലീവുള്ള ദിവസമാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ലഞ്ച് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കും, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരണം, കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അങ്ങനെ ഇതാ മഴ കുറച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വെയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വെയിൽ വന്നാൽ പിന്നെ ഭയങ്കര വെയിലാണ്. മഴ പെയ്തെന്ന് അറിയേയില്ല, അത്രയ്ക്ക് വെയിലായിട്ടാണ് വരിക. നമ്മൾ പോകുന്നത് നമ്മളെ വൈറ്റ്ല ജംഗ്ഷൻ്റെ അവിടെ കേട്ടോ. അവിടെ ഒരു പ്ലാൻ സ്റ്റോറി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. കുറേ നാളായി വിചാരിക്കുന്നു പ്ലാൻ സ്റ്റോറിയിൽ പോയിട്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങണം, പോട്ട് വാങ്ങണം എന്നല്ല, അതായത് ഇൻഡോർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാന്റ്സ്. അങ്ങനെ കുറേ നാളായി വിചാരിക്കുന്നത്, പക്ഷെ പറ്റാറേ ഇല്ല. അപ്പോൾ ഇന്ന് ലീവുള്ള ദിവസം ആയതുകൊണ്ട് നേരെ പോയിട്ട് വാങ്ങാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ പ്ലാൻ സ്റ്റോറി എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ കുറേ ആൻറ്റിക് പീസസ് ഉണ്ട്. ലൈക്ക് ഈ വീട്ടിൽ ഉള്ളിൽ വെക്കുന്ന കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള പോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ തന്നെ. അതിൽ ഓൾറെഡി അവർ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ചെടി ഇല്ലാണ്ട് ആ പോട്ടിന് മാത്രം കേട്ടോ പൈസ പറയുന്നത്. ചെടിക്ക് വേറെ തന്നെ പൈസയാണ്. ചെടി ഇവിടെ നിന്നല്ല, ആ തൊട്ടടുത്ത നഴ്സറി ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് കിട്ടുക. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പോട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂട്ടായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ വീട്ടിൽ. വലിയതുകൊണ്ട് കുഞ്ഞതുകൊണ്ട് പല സൈസുകളിലുണ്ട്, പല കളേഴ്സിലുണ്ട്, പല ഷേപ്പിലുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാത്തിനും റേറ്റ് വന്നിട്ട് ഒരു 100+ മുകളിലാണ് എല്ലാം വരുന്നത്. 100, 120, 200, 500 ആ റേഞ്ചിലാട്ടോ എല്ലാം വരുന്നത്. അപ്പം നമുക്ക് ഏതെടുക്കണം നല്ല കൺഫ്യൂഷനാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ കുറേ എണ്ണം കാണുമ്പോൾ കൺഫ്യൂഷൻ കൂടിക്കൂടി വരും. അതെടുക്കണോ, ഇതെടുക്കണോ, മറ്റേതെടുക്കണോ. അപ്പം വിചാരിച്ചു അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ, ഭയങ്കര വലുപ്പമല്ല, ആ ഒരു അത്യാവശ്യം വലുപ്പമുള്ളത് എടുത്തിട്ട് ബാക്കി കുഞ്ഞതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് വേറൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറെ റൂമിൽ പോയപ്പോഴത്തേക്ക് വേറെ കുറേ പോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ്, കുറച്ച് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വളരെ കുറച്ച് പൈസയുള്ള കേട്ടോ, 30, 40, 50 അങ്ങനെയൊക്കെ റേറ്റിൽ വരുന്നതാണ്. 10 രൂപേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ തൊട്ടടുത്ത് വരുന്ന കുറേ വളവും കാര്യങ്ങളൊക്കെ, നമ്മൾ ചകിരിച്ചോറും പിന്നെ കുറേ കല്ലും, അങ്ങനെ നമ്മളിപ്പം വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ കുറേ ഭംഗിയായിട്ടൊക്കെ വെക്കുമല്ലേ അറേഞ്ച് ചെയ്തിട്ട്. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങളും ആ റൂമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നഴ്സറിയും വരുന്നത്. ഒരു വീട് പോലെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളോട്ട് ഇറങ്ങുമ്പോൾ ഫുള്ളായിട്ട് ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സാണ്. അവർ ഒരു പ്ലാന്റിനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പുൽച്ചെടികളില്ലേ, അങ്ങനത്തെ കുറേ ചെടികളുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ
ഇങ്ങനെ നമ്മൾ സൈഡിൽ ഗ്രോ ചെയ്യുന്ന കുറേ അങ്ങനത്തെ ചെടികളില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് 10 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് വാങ്ങിയാൽ തന്നെ എന്താ നമുക്കിങ്ങനെ അറ്റത്തെല്ലാം വെക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ളത് നല്ല ഉണ്ടായിന് കേട്ടോ. നമ്മൾ പിന്നെ എറണാകുളത്ത് നമ്മൾ ഈ വീട്ടിൽ അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ചെടികളൊന്നും അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഭംഗിയുള്ളത് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് നോക്കുന്നത്, അകത്ത് വെച്ചിട്ട് വളർത്തുന്ന. ശരിക്കും അങ്ങനെ ഒരു പ്ലാന്റേ ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ ചില പ്ലാന്റ്സിന് ഇൻഡോറിലും വളരാൻ ഈസിയാണ്. അപ്പം അങ്ങനത്തെ പ്ലാന്റ്സാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഫുൾ ഇൻഡോർ പ്ലാന്റ്സ്. എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതായത് 200 അങ്ങനെ റേഞ്ചിലാണ്. ചിലതിന് 100 ചില്ലറയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സിന്. അതുകൊണ്ട് അതൊന്നും അധികം എടുക്കാൻ പോയിട്ടില്ല. ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ലില്ലി, പീസ് ലില്ലീൻ്റെ ചെടിയാണ് കേട്ടോ. അതിന് അത്ര റേറ്റ് വരുന്നുള്ളൂ. ആ വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് വാങ്ങാനും നിന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് നേരത്തെ ഇപ്പം കണ്ട പ്രതിമേൻ്റെ ഷേപ്പുള്ള കുറേ പോട്ട്സ് ഇല്ലേ, അതിനും 100 രൂപേൻ്റെ താഴെയുള്ളൂ കേട്ടോ റേറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്തിട്ട് പ്ലാൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് വീടൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ പോയിട്ട് വാങ്ങിയിട്ട് വീടൊക്കെ സെറ്റ് ചെയ്തോളൂ, സൂപ്പറായിരിക്കും. അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ലോണം വിശന്നു കേട്ടോ. ഉച്ചക്ക് ആ ബ്രെഡൊക്കെ അല്ലേ കഴിച്ചത്. അപ്പം ഞാൻ കുറച്ച് ഉപ്മാവും കടലയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീറ്റ് ഉപ്മാവാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് പുഴുങ്ങിയ കടലയും വെറുതെ ഇങ്ങനെ സ്നാക്ക് പോലെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. ഒറ്റയടിക്ക് എല്ലാ ഫുഡും കഴിക്കാണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കുമ്പോൾ നമ്മളും കുറച്ച് ഫില്ലായിരിക്കുമല്ലോ. പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡാണ് ആക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മളെ വെളുത്തുള്ളി, മല്ലിയില, ഇഞ്ചി അതൊക്കെ എടുത്തിട്ടുണ്ട്. ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഞാൻ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അടുപ്പ് അവിടെ ഓണാക്കും, ടപ്പടപ്പയും എല്ലാം ചെയ്യലാന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇത് ഫുൾ ഞാൻ ആദ്യം എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് മസാലകൾ ആഡ് ചെയ്ത് കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും പൊടികൾ നമ്മൾ ആവശ്യാനുസരണം ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്പൈസി വേണമെങ്കിൽ കുറച്ച് എരിവും കൂടെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അത് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കുറച്ച് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. 2-3 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്. നല്ലോണം മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഈ മുട്ട ഈ മസാലയിൽ മുഴുവനാവണം കേട്ടോ. അതുപോലെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. നമുക്ക് ഉച്ചക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഡിഷാണ്. ആൻഡ് ഇപ്പോൾ ഒഴിച്ച് കറി കൂട്ടിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കറി ഇല്ലെങ്കിൽ ഈ മുട്ട മസാലയിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മുട്ടച്ചോറ് തയ്യാറായി കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലി ഈ മുട്ടച്ചോറാണ്. ഈസിയാണ്. ചോറും ഈ തോരൻ മാത്രമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തൈരും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. വേറെ ഇനി ഒന്നും വേണ്ട ഇതിൻ്റെ സൈഡായിട്ടൊന്നും. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കുറച്ച് ഉള്ളിയും നമ്മൾ തക്കാളിയെല്ലാം കുറച്ച് കൂടുതൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ മുട്ടച്ചോറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ലേശ എണ്ണ മുകളിൽ തടവി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒറ്റിച്ച് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ ഞാൻ ലേശം ലാസ്റ്റായിട്ട് എനിക്ക് മല്ലിയില എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ പച്ച മല്ലിയിലേൻ്റെ ഫ്ലേവറാണ് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ ലാസ്റ്റായിട്ട് ഇങ്ങനെയും അങ്ങ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ എടുത്ത് തിന്നാനും അല്ലെങ്കിൽ ഈ ഒരു മുട്ടച്ചോറിന് വേറെ തന്നെ ഒരു സ്മെല്ല് കൊടുക്കുന്നത്, നല്ലൊരു ബിരിയാണീൻ്റെ സ്മെല്ല് വരെ ഈ മല്ലിയിലൊക്കെ കൊടുക്കാൻ പറ്റും. അടിപൊളിയാണ്. കുറച്ച് സമയം ഞാൻ ദം ഇടുന്ന പോലെ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് എന്നിട്ട് കുറച്ച് ആവി വന്നപ്പോഴത്തേക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ മുട്ട മസാല തയ്യാറായിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളൊക്കെ ആദ്യം ഇടണേ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ കിട്ടും. അപ്പോൾ കറിയൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മളെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല സ്മെല്ലുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ആക്കുമല്ലേ, ആ ഒരു സ്മെല്ലുണ്ട്. ചൂടോടെ കഴിച്ചാൽ ആ ടേസ്റ്റ് മനസ്സിലാവില്ല. കുറച്ച് ചൂടാറിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ടേസ്റ്റ് ആവട്ടെ. നല്ലുണ്ട്. നല്ല സ്പൈസി ആയിട്ട് നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറിലായിട്ട് നല്ലുണ്ട്. എല്ലാവരും ഈസി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് കാണാം.
അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 2-3 ഫിഷിനെ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി വിചാരിക്കുന്ന വീട്ടിൽ 2-3 ഗപ്പീസിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളടുത്ത് തന്നെ ഒരു പൊന്നുരുന്നിയിൽ എക്വേറിയസ് എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ട് നമ്മൾ കുറച്ച് മീനിനെ വാങ്ങിയിട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 ഗോൾഡ് ഫിഷിനെയും കുറച്ച് നമ്മളെ ഗപ്പീനെയൊക്കെ വാങ്ങി. ഒരുപാട് വാങ്ങിയിട്ടില്ല. സപ്പോസ് അത് ചത്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരുമാതിരി ആയിരിക്കും. അതുകൊണ്ട് 2 എണ്ണത്തിന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പം പല ടൈപ്പ് ഓഫ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കി ഇഷ്ടമുള്ളതിന് എടുക്കാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പെയറായിട്ട് എടുക്കുമ്പോൾ ഇന്ന റേറ്റ്, ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഇന്ന റേറ്റ്, അങ്ങനെ റേറ്റൊക്കെ അതിൻ്റെ മുകളിലുള്ളതുകൊണ്ട് നമുക്കെല്ലാം നോക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വെറൈറ്റി ആയിട്ട് ഒരുപാട് വലിയ മീനൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മളുടെ അടുത്തുള്ളത് ഒരു കുഞ്ഞ് ബൗളാണ്. വലിയ ഫിഷ് ടാങ്ക് അങ്ങനെ ആയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുഞ്ഞ് ബൗളായതുകൊണ്ട് അതിൽ കൊള്ളാവുന്ന മീനിനെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം അതിനും നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലത്തെ ഒരു ബൗളിലിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഒരു 2 മീൻ ഈച്ചായിട്ടാണ് വാങ്ങിയത്. ഒരു അത്യാവശ്യം വലിയ ബൗളിൽ ഒരു ഗോൾഡ് ഫിഷിനെയും ചെറിയൊരു ബൗളിൽ ഗപ്പീനെയും ഇടാമെന്നുള്ള തീരുമാനത്തിലാട്ടോ അങ്ങനെ വാങ്ങിയത്. അങ്ങനെ അതെല്ലാം നോക്കി അതിന് വാങ്ങി. ഒരു തീറ്റയും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മീൻ വാങ്ങുമ്പോൾ എപ്പോഴും ആലോചിക്കുക തീറ്റ മസ്റ്റായിട്ട് എടുക്കണമെന്ന്. പിന്നെ തൊട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമിൽ തന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിപ്പം നമുക്കൊരു ഫിഷ് ടാങ്ക് വേണമെങ്കിൽ അവരോട് സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അവരാക്കിത്തരും. അടിപൊളിയാണത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല മഴക്കാറ് മൂടുന്നുണ്ടായിരുന്നു. നമ്മളെ വൈറ്റ്ല ഹബിൻ്റെ അതിലൂട്ടാണ് കേട്ടോ പോകുന്നത്, മെട്രോൻ്റെ അതിലൂട്ട. ഫുൾ അങ്ങനെ നല്ല മഴക്കാറ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം വീട്ടിലെത്താമെന്നുള്ള ഇതായി. പക്ഷേ ഒരു മീനും കൂടെ ജീവനില്ലാത്തത്, അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മീനും കൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ പുഴേൻ്റെ അപ്പുറം, അതായത് നമ്മൾ കണിയാമ്പുഴ റോഡ് എന്ന് പറയും ഈ വൈറ്റ്ല ഹബ്ബ് കഴിഞ്ഞിട്ട്. ആ കണിയാമ്പുഴ പാലം കഴിഞ്ഞപ്പാട് ഒരു മീൻ വാങ്ങുന്ന കടയുണ്ട് കേട്ടോ. അത് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. നല്ല പടക്കുന്ന മീനൊക്കെ അവർ പുഴയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിയാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ട് മിക്കപ്പോഴും അവിടെ പോയിട്ടാണ് വാങ്ങാറ്. മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ സൺഡേസ് മാത്രം. അല്ലാണ്ട് നമ്മൾ മീൻ അങ്ങനെ വെക്കാറും കാര്യങ്ങളൊന്നുമില്ല. കാരണം അടുത്ത് കിട്ടുന്ന മീൻ അത്ര നല്ലതല്ല. അതായത് ഞാൻ ഓഫീസ് വിട്ട് വരുന്നിടത്തുള്ള മീനൊന്നും അത്ര നല്ലതല്ല. അവിടെ സൺഡേ മാത്രം ഇതുപോലെ ഒന്ന് ബൈക്ക് എടുത്തിട്ട് പോയിട്ട് മാത്രമേ മീൻ വാങ്ങാറുള്ളൂ. അങ്ങനെ ഇതാട്ടോ കണിയാമ്പുഴ പാലം. ആ പാലം കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് എത്തുമ്പോഴാണ് നമ്മൾ മീനിൻ്റെ കട. നല്ല തിരക്കാന്ന്. ഇവിടെ ചേട്ടന്മാരൊക്കെ തകൃതിയായിട്ട് മീനൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ട് വെക്കുക. ഓരോ മീൻ വെക്കുന്തോറും അത്രയും മീൻ പിന്നെയും അവർ കൊണ്ടിടും. പിന്നെ ഇത് നമ്മളെ കടൽ മീനാണ് കേട്ടോ. ഞാനങ്ങനെ പുഴമീൻ വാങ്ങുന്നത് വളരെ കുറവാണ്. കരിമീനൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ നല്ല പടക്കുന്ന ഫ്രഷ് മീൻ അവർ മുറിച്ചും തരും. അതുകൊണ്ട് നമ്മൾ അധികം വാങ്ങലില്ല, എന്നാലും എപ്പോഴെങ്കിലും കൂടെ വാങ്ങലുണ്ട്. ഇന്ന് നമ്മൾ ചെമ്മീനാണ് വാങ്ങിയത്. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഇതാ ഗോൾഡ് ഫിഷും ഗപ്പിയും കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഓരോ പാക്കറ്റായിട്ട് അവരിങ്ങനെ നമ്മൾ വന്നപ്പാട് ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ നമ്മൾ വെള്ളത്തിലേക്ക് അതായത് ബൗളിൽ സെറ്റ് ചെയ്ത വെള്ളത്തിലേക്ക് അതിനെ അങ്ങോട്ടേക്ക് ഇട്ടാൽ മതി കേട്ടോ. വേറെ പണിയൊന്നുമില്ല. ഇനി ഈ വെള്ളത്തിൽ കിടന്നാൽ ഒന്ന് സെറ്റാവും, കുഴപ്പമൊന്നുമില്ല. അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പണ്ട് തൊട്ട് ഇതുപോലെ വാങ്ങിയതാണ് ഗ്ലാസ് ഫിഷിനെയൊക്കെ, പക്ഷെ അത് കുറേ നാളുണ്ടായിട്ടില്ല. അപ്പം വിചാരിച്ചു കുറേ വാങ്ങിയോണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യം 2 ബൗളിലേക്കായിട്ട് വാങ്ങിയിട്ടുള്ളേ. പിന്നെ നമുക്ക് കുറച്ച് തീറ്റയും കൂടി ഇട്ട് വെച്ചിട്ട് അവിടെ നമുക്ക് മൂടി വെക്കാം. പുറത്ത് നല്ല ഗംഭീര മഴ പെയ്തുണ്ട്, അത് നോക്കിയിട്ട് പുറത്ത് നല്ല കോരി ചൊരിയുന്ന മഴയാട്ടോ. നല്ല കാറ്റുമഴ പോലെ വന്നതാണ്. കാറ്റിപ്പം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ല മഴക്കാറ് മൂടിയിട്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇടിമിന്നലൊന്നും ഇപ്പം കാണുന്നില്ല, പക്ഷെ നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് സമയം നമ്മൾ ബാൽക്കണിയിൽ പോയി ഇരുന്നിട്ട് ആസ്വദിക്കാം. ബാൽക്കണിയിൽ പോയിരുന്ന് നെറ്റ് ഉള്ളതുകൊണ്ട് മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തീരെ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ മാതിരിയായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.